ഇന്നലെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഓക്കെ, എവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തതെന്ന്. ഓക്കെ, പുള്ളി സിസ്റ്റം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ പുള്ളി സിസ്റ്റം ഡിസ്കസിംഗിൽ എന്താ നമ്മൾ നോക്കുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ, m1g മൈനസ് ടി ഇസ് ഈക്വൽ ടു m1a. ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ m1g മൈനസ് ടി ഇസ് ഈക്വൽ ടു m1a. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ, ഏത് സൈഡിലേക്കാണോ, അതായത് ഏത് ഫോഴ്സ് ആണോ കൂടുതലായിട്ട് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഡയറക്ഷൻ ഏതാണോ അതാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ m1g മൈനസ് ടി ഇസ് ഈക്വൽ ടു m1a. ഓക്കെ, അപ്പൊ ടി എന്താണ്? ഓപ്പോസിറ്റിലാണ്. അതാണ് ഈ രണ്ട് ഫോഴ്സും ആണ് എന്താ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, അതായത് m1a. ഓക്കെ, m1a. അപ്പൊ m1a എന്താണ്? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് മോഷൻ F is equal to ma. സോ ആ ടോട്ടൽ ഫോഴ്സ് ആണ് അത്. രണ്ടാമത്തെ കണ്ടീഷൻ വരുമ്പോൾ എന്താണ്? അതായത് m2 ബ്ലോക്കിന്റെ സൈഡിലേക്ക് എല്ലാവരും നോക്കുക. m2 ബ്ലോക്കിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് മേപ്പോട്ടാണ് അല്ലെ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് മേപ്പോട്ടാണ്. അപ്പൊ ആക്സിലറേഷൻ മേപ്പോട്ട് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്? m2 എന്ന് പറഞ്ഞ ബ്ലോക്ക് ആൻഡ് അതിൽ എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് m2g ആണ്. അതിന്റെ മേപ്പോട്ടുള്ള ടെൻഷൻ ടി ആണ്. അപ്പൊ ആരാ അവിടെ ഗ്രേറ്റർ? ടെൻഷൻ ടി ആണ് ഗ്രേറ്റർ ആണല്ലോ. അപ്പോ ടി മൈനസ് m2g, കാരണം ടെൻഷൻ ആണ് ഗ്രേറ്റർ ഫോഴ്സ്, അതുകൊണ്ട് ടി മൈനസ് m2g ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ്. അപ്പൊ ടി മൈനസ് m2g ഇസ് ഈക്വൽ ടു m2a, അവിടുത്തെ ടോട്ടൽ ഫോഴ്സ്. ഈ രണ്ട് ഇക്വേഷനും നമ്മൾ എന്താ ചെയ്ത്? ആഡ് ചെയ്തു അല്ലെ? ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? അവസാനം ആക്സിലറേഷൻ a ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 എന്ന് കിട്ടി. ആക്സിലറേഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി ടെൻഷന്റെ നമ്മളുടെ ഇക്വേഷനും കൂടി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് നോട്ട്സ് എഴുതാം. അപ്പം ആക്സിലറേഷൻ a ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2. ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്സിലറേഷന്റെ വാല്യൂ നമ്മൾ ഒന്നെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ആ സ്റ്റെപ്പ് മുതൽ നമുക്ക് ടെൻഷന്റെ സ്റ്റെപ്പ് മുതൽ ഒന്നും കൂടി നോക്കാം. ഓക്കെ, സോ ലിസൺ. ആക്സിലറേഷൻ a ഇസ് ഈക്വൽ ടു m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2. ലിസൺ, ആക്സിലറേഷൻ a, അതായത് acceleration a is equal to m1 minus m2 divided by m1 plus m2. Okay, അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? m1g minus t is equal to m1a. m1g minus t is equal to m1a. ഇതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതിനെ, ഈ ആക്സിലറേഷന്റെ ഫോമിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ നമ്പർ 1 ആണ്, അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? 3നെ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 1. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 1 എന്ന് പറയുമ്പോൾ എന്താണ്? യു ക്യാൻ സീ ദാറ്റ് m1g minus t is equal to m1. a ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ a ആണ് നമുക്ക് കാണാൻ പറ്റും. ഈ a ന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് m1 minus m2 whole divided by m1 plus m2. കറക്റ്റ് ആണല്ലോ അല്ലെ? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? m1g minus t is equal to m1 minus m2 by m1 plus m2 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? ആക്സിലറേഷന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, m1 ബ്രാക്കറ്റ് m1 minus m2 by m1 plus m2. ഓക്കെ, ലിസൺ, എനിക്ക് ഒരു ജി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ m1 മൈനസ് m2 ബൈ ഒരു ജി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരും എന്താ പറയാൻ?
ഒരു ജി മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ജി. ഓക്കെ, സോ ഇവിടെ ഒരു ജി വരും. ഓക്കെ, ലിസൺ. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി ലിസൺ, ഇനി ജസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് ട്രാൻസ്പോസ് ചെയ്യാവുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡിനെ ഞാൻ എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുകയാണ്. അപ്പൊ എന്താ വരിക, M1G മൈനസ് M1 മൈനസ് M2G the whole divided by M1 plus M2 is equal to, ഈ മൈനസ് ടീൻ എന്ത് ചെയ്യാണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പുഷ് ചെയ്യാണ്, ട്രാൻസ്ഫോം ചെയ്യാണ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്താവും, പ്ലസ് ടി ആയിട്ട് മാറും അല്ലെ. അതാണ് നമ്മളുടെ ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടി വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ M1G മൈനസ്, ഇവിടെയാണ് M1, ഇവിടെയാണ് G. അപ്പൊ ഈ M1 ഉം G യും എന്താണ്, കമ്പൈൻ ചെയ്യാണ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. M1G M1 മൈനസ് M2 the whole divided by M1 plus M2 is equal to T. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേംസും നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള രണ്ട് ടേംസും നോക്കുക. ഇത് ഒരു M1G ഉണ്ട്, ഇവിടെ ഒരു M1G ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് ടേംസിലും M1G ഉള്ളത് കൊണ്ട് ഈ M1G എന്ത് ചെയ്യാണ്, കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുക. ഓക്കെ, കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ ആരാ ഉള്ളത്, M1G തന്നെ പുറത്തേക്ക് വന്നു. അപ്പൊ M1G നമ്മൾ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ വേറെ ആരാ പെൻഡിങ്, ഇറ്റ് വിൽ ബി 1 അല്ലെ. M1G ഇൻറ്റു 1 ആണ് എന്ത്, M1G എന്ന് പറയുന്നത്. മൈനസ് ഇവിടുന്ന് M1G സെക്കൻഡ് ടേമിൽ നിന്ന് M1G പുറത്തേക്ക് എടുത്തപ്പോൾ എന്തായി, പെൻഡിങ് ഉള്ളത് M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 അല്ലെ, ഈസ് ഈക്വൽ ടു ടി. കറക്റ്റ് ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, M1G രണ്ടിലും ഉണ്ട്. അപ്പൊ M1G നമ്മൾ പുറത്തേക്ക് എടുത്തു. M1G പുറത്തേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ 1 മാത്രമേ ഉള്ളൂ അവിടെ പെൻഡിങ്. 1 മൈനസ് എന്താണ്, M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഈക്വൽ ടു ടി. കറക്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇതിന് LCM എടുക്കണം. ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്താ, ഇവിടെ LCM എടുക്കണം. അവിടെ എന്തായിരിക്കും LCM എന്ന് പറയുമ്പോൾ M1 പ്ലസ് M2 ആണ് അവിടുത്തെ LCM എന്ന് പറയുന്നത്, ആണല്ലോ. അപ്പോൾ അവിടെ LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, M1G ബ്രാക്കറ്റില് LCM എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക, M1 പ്ലസ് M2 മൈനസ് M1 മൈനസ് M2 the whole divided by LCM എടുത്തു M1 plus M2 is equal to tension T. Okay, is equal to tension T. Okay, അപ്പൊ ഇനി നോക്കുക, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, M1 പ്ലസ് M2 മൈനസ്, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് വരുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് കൊടുക്കണം. കാരണം നെഗറ്റീവ് എന്താണ്, ബ്രാക്കറ്റിനകത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ് അല്ലെ. അപ്പോ മൈനസ് M1 മൈനസ് ഇൻറ്റു മൈനസ് M2 എന്താണ്, പ്ലസ് M2 ആണല്ലോ. മൈനസ് ഇൻറ്റു മൈനസ് M2 എന്ന് പറയുമ്പോൾ പ്ലസ് M2 the whole divided by, നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, M1 പ്ലസ് M2 is equal to T. ഇവിടുന്ന് എന്ത് ചെയ്യാം, M1 ഉണ്ട് മൈനസ് M1 ഉണ്ട്. M1 മൈനസ് M1 എന്താണ്, 0. അത് ക്യാൻസൽ ആയി പോകും. കറക്റ്റ് ആണല്ലോ. അപ്പോ ബാക്കി നമുക്ക് ടെൻഷൻ എന്ത് വരും, T is equal to, നമുക്ക് പെൻഡിങ് എന്താ ഉള്ളത്, M1G ആൻഡ് ഇവിടെ എന്താ ഉള്ളത്, M1 പ്ലസ് M2 പ്ലസ് M2 അല്ലെ. M1 ഉം മൈനസ് M1 ഉം ക്യാൻസൽ ആയി,
m2 പ്ലസ് m2 എന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ് ഇൻടു 2m2 അല്ലെ. m2 പ്ലസ് m2 എന്താണ് 2m2 ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ എന്ത് വരും, വി ഹാവ് m1 പ്ലസ് m2. കറക്റ്റ് അല്ലേ. അപ്പം ഇതുവരെയുള്ള സ്റ്റെപ്സ് നോക്കാം. m1g നമ്മൾ പുറത്തേക്ക് എടുത്തു. m1g പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ എന്താ ഉള്ളത്, 1 മൈനസ് m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഈക്വൽ ടു t. ആൻഡ് m1g നമ്മൾ പുറത്തേക്ക് എടുത്തു ആൻഡ് LCM എടുക്കുകയാണ്. m1 പ്ലസ് m2 മൈനസ് m1 മൈനസ് m2 ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു t അല്ലെ. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. മൈനസ് m1 മൈനസ് ഓഫ് മൈനസ് m2 എന്ന് പറയുന്നത് പ്ലസ് m2 ആണ് അല്ലെ. അപ്പൊ എന്താ വരിക, m1 മൈനസ് m1 ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്, t ഇസ് ഈക്വൽ ടു m1g m2 പ്ലസ് m2 എന്ന് പറയുമ്പോൾ 2m2 അല്ലെ ബൈ m1 പ്ലസ് m2. കറക്റ്റ് ആണല്ലോ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് വൃത്തിയിൽ എഴുതാം. എങ്ങനെ, ടെൻഷൻ ഇസ് ഈക്വൽ ടു t ഇസ് ഈക്വൽ ടു 2m1 m2 g ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ടെൻഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, m2 പ്ലസ് m2 2m2 ആയി ബൈ m1 പ്ലസ് m2. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, t is equal to 2m1 m2 g by m1 plus m2 ആയി. ഓക്കെ, അപ്പോ ഒരു പുള്ളിയില് രണ്ട് ബ്ലോക്ക് ഓഫ് മാസ്. ഓക്കെ, ഇത് m1 m2 എന്ന് പറഞ്ഞ രണ്ട് മാസസ് ഒരു പുള്ളിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ m1 എന്ന് പറയുന്നത് m2-നെക്കാട്ടും ഗ്രേറ്റർ എന്നുള്ള കണ്ടീഷൻ ആവുമ്പോൾ ആ ബ്ലോക്ക് ഓഫ് മാസ് താഴേക്ക് വരാനുള്ള ടെൻഡൻസിയാണ് അല്ലെ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ബ്ലോക്ക് താഴേക്ക് വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താവും, ഓട്ടോമാറ്റിക്കലി മേലേക്ക് പോകും അല്ലെ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ ടെൻഷന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ആക്സിലറേഷൻ എന്തായിരുന്നു, m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു g. ടെൻഷൻ 2m1 m2 g ബൈ m1 പ്ലസ് m2. ക്ലിയർ. ഇങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷന്റെയും ടെൻഷന്റെയും ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ. അപ്പോൾ ഈ കണ്ടീഷനിൽ, അതായത് നമ്മൾ സോൾവ് ചെയ്തതിൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലായിട്ട് ചെയ്തതിൽ അല്ലെങ്കിൽ സോൾവ് ചെയ്തതിൽ കോൺസെപ്റ്റില് ടെൻഷൻ അല്ലെ, ടെൻഷൻ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞു. ആ അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ പുള്ളിങ് ഫോഴ്സ് മേലെ ആ റോപ്പില് ആക്ട് ചെയ്യുന്ന പുള്ളിങ് ഫോഴ്സ് ആണ്, അപ്വേർഡ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്, ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺസെപ്റ്റില് അതുപോലെ നമ്മൾ ഇത്രയും മാത്തമാറ്റിക്കലായി ചെയ്തതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കെവിൻ ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ? ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് നോട്ട്സ് എഴുതാം. ഓക്കെ, ലിസൺ, ഞാൻ ആദ്യത്തെ സ്ലൈഡ് നിങ്ങൾക്ക് യെയർ ചെയ്യാം. ഓക്കെ, അതൊരു ഞാൻ ഇന്നലെ എടുത്ത സ്ക്രീൻഷോട്ട് ആണത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക, കണക്റ്റഡ് ബോഡീസ്. കണക്റ്റഡ് ബോഡീസ് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഞാൻ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ആ ഡയഗ്രാം നീറ്റ് ആയിട്ട് വരയ്ക്കാം. അതിൽ മാർക്ക് ചെയ്യേണ്ടതൊക്കെ അറിയാലോ. ഫിക്സഡ് ബീം, പുള്ളി, ബ്ലോക്ക്, m1, താഴേക്ക് m1g, വെയിറ്റ്, മേലേക്കുള്ള ടെൻഷൻ, ഈ റോപ്പിലുള്ള ടെൻഷൻ, താഴേക്കുള്ള m2g, ആക്സിലറേഷന്റെ ഡയറക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആക്സിലറേഷൻ ഈ ഭാഗത്ത് a താഴോട്ട് വരച്ചിട്ടുണ്ട് ആൻഡ് ഈ ഭാഗത്ത് മേപ്പോട്ട്. ഓക്കെ, സോ ഹെഡിങ് എന്തായിരുന്നു, കണക്റ്റഡ് ബോഡീസ്. ഓക്കെ, അപ്പോൾ ആ ഡയഗ്രാമിൽ ഞാൻ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം മാർക്ക് ചെയ്യുക. ജസ്റ്റ് കാരണം ഡയഗ്രാം നമ്മൾ മാർക്ക് ചെയ്യുന്നത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ നമ്മൾ ഇക്വേഷൻസ് എഴുതുന്ന സമയത്ത് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ആ ഡയറക്ഷൻസ് നമ്മൾ തെറ്റി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്ലസും മൈനസും ഒക്കെ നമുക്ക് മാറും. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഡ്രോ ദി ഡയഗ്രാം.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Media, കഴിഞ്ഞോ? Yes, sir. Jovin, finished? Yes, sir. Okay. So listen, write down. നിങ്ങൾ താഴെ ഞാൻ അവിടെ ബോർഡിൽ മേലെ ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് M1 ഗ്രേറ്റർ ദാൻ M2 കൊടുക്കുക. കണ്ടീഷൻ M1 ഗ്രേറ്റർ ദാൻ M2, കാരണം അതാണ് നമ്മളുടെ വളരെ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ആക്സിലറേഷൻ പുള്ളി മൂവ് ആവുന്നതും എല്ലാം എന്താണ് M1 ഗ്രേറ്റർ ദാൻ M2 എന്ന് പറഞ്ഞ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, റൈറ്റ് ബിലോ കൺസിഡർ 2 block of masses. Consider 2 block of masses M1 and M2. Consider 2 block of masses M1 and M2 is connected in a pulley system. Is connected in a pulley system. Is connected in a pulley system. The mass of the block M1, mass of the block M1 is greater than M2. Mass of the block M1 is greater than M2. Therefore, the block of mass M1 therefore the block of mass M1 accelerates downwards. Therefore, the block of mass M1 accelerates downwards and the block of mass M2 accelerates upwards and the block of mass M2 accelerates upwards. Accelerates upwards. ഇനി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഞാൻ ആ ഫസ്റ്റ് ഇക്വേഷൻ എഴുതിയിട്ടില്ലേ യെല്ലോ കളറിൽ M1G minus T is equal to total force. M1G minus T is equal to M1A. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അതേപോലെ അതിന്റെ താഴെ T minus M2G is equal to total force. T minus M2G is equal to M2A. ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. രണ്ട് ഇക്വേഷൻസ് എഴുതാം. Sir. Yeah. Sir, എനിക്ക് ആക്ച്വലി വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബ്ലോക്ക് ഓഫ് മാസ് M2 ആക്സിലറേറ്റ് അപ്വേർഡ്സ് കഴിഞ്ഞിട്ട് എന്താ എഴുതി? അപ്വേർഡ്സ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ യെല്ലോ കളറിൽ എഴുതിയിട്ടില്ലേ M1G minus T equal to total force. ആ ഒരു ഇതിന്റെ നാല് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 1, ഇക്വേഷൻ 2, ഇക്വേഷൻ 2 വരെ എഴുതാം. ഓക്കെ, അതിനുശേഷം അതിന്റെ താഴെ നിങ്ങൾ
എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ആഡിങ് ഇക്വേഷൻ 1 and 2 gives adding equation 1 and 2 gives adding equation 1 and 2 gives എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈറ്റ് കളറിൽ എഴുതിയിട്ടുണ്ട് m1g minus t equal to m1a plus t minus m2g equal to m2a. രണ്ടും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ a is equal to m1 മൈനസ്, എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു സ്റ്റോപ്പ് പ്രസന്റിങ്ങിന്റെ ആ ഒരു ഇത് വന്നിട്ട് ഹൈഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, അതുവരെ എത്തിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് a ആക്സിലറേഷൻ a is equal to m1 minus m2g the whole divided by m1 plus m2. അതിനെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. ആക്സിലറേഷന്റെ ഫൈനൽ സ്റ്റെപ്പ് ഡൗട്ട് ഉള്ളവർ ചോദിക്കുക, അല്ലാത്തവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 3 എന്ന് നോട്ട് ചെയ്യാം. രണ്ട് ഇതും കൂടി നമ്മൾ ആഡ് ചെയ്തതാണ്. ഓക്കെ, രണ്ട് ഇക്വേഷനും കൂടി നമ്മൾ ആഡ് ചെയ്തു. അവിടെ മൈനസ് ടിയും പ്ലസ് ടിയും നമ്മൾ ക്യാൻസൽ ചെയ്തു. അങ്ങനെ പെൻഡിങ് ആയിട്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ ഉള്ളത്, LHSൽ m1g മൈനസ് m2g ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ m1a പ്ലസ് m2a ആണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ g നമ്മൾ പുറത്തേക്ക് എടുത്തു, റൈറ്റ് ഹാൻഡ് സൈഡിൽ എയും പുറത്തേക്ക് എടുത്തു. അപ്പോൾ ആക്സിലറേഷൻ a എന്ന് പറയുന്നത് എന്താവും, m1 മൈനസ് m2g ബൈ the whole divided by m1 plus m2. അത് നിങ്ങളൊരു ബോക്സ് ചെയ്യുക. ഓക്കെ, ബോക്സ് ചെയ്തിട്ട് അതിന് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എഴുതുക. ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പ്രോബ്ലമിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അതാണ് ഞാൻ മുന്നേ തന്നെ ഇതിന്റെ ജനറൽ കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ആദ്യം ഇതിന്റെ കണ്ടീഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് അറിയണം. അതിന് ശേഷം നമ്മൾ ന്യൂമറിക്കൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് സ്ക്രീൻ ഞാൻ പ്രസന്റ് ചെയ്യാം. സ്ക്രീൻ എല്ലാവർക്കും വിസിബിൾ ആവും. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ, ഓക്കെ, m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2g ഇക്വേഷൻ നമ്പർ 3 ആണ്. അപ്പൊ അതിന്റെ താഴെയുള്ള ഇക്വേഷൻ നമ്പർ 1 എഴുതണമെന്നില്ല. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു റെഫറലിന് വേണ്ടി തന്നാണ്, നമ്മൾ ഓൾറെഡി അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ അത് എഴുതണമെന്നില്ല. ഓക്കെ, സോ നൗ റൈറ്റ് ബിലോ ഇതേ സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 ഇൻ ഇക്വേഷൻ 1. നിങ്ങൾക്ക് ഏത് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താ, ടെൻഷൻ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഓക്കെ ആണ്, സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എന്താണ്, ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 3 in 1 എന്ന് പറഞ്ഞ് എല്ലാ സ്റ്റെപ്സും ബോർഡിൽ ഞാൻ നീറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് ലാസ്റ്റ് വരെ t is equal to 2m1 m2g by m1 plus m2 എന്ന് പറഞ്ഞ് ഇത് ബോക്സ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റഡ്. P equal to ടെൻഷന്റെ ഫൈനൽ എക്സ്പ്രഷൻ വരെ എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. T is equal to 2m1 plus 2m1 m2g by m1 plus m2. അപ്പോൾ ആക്സിലറേഷനും നമ്മൾ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ എന്താണ്, ടെൻഷനും എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആക്സിലറേഷനും എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, ടെൻഷനും എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞ കാണും. ഇനി അടുത്തവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കണക്റ്റഡ് ബോഡീസ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കണക്റ്റഡ് ബോഡീസ് ഒരു പുള്ളി സിസ്റ്റത്തിലായിരുന്നു അല്ലെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണക്റ്റഡ് ബോഡീസ് എന്ന് പറയുന്നത് പുള്ളി സിസ്റ്റത്തിൽ തന്നെയാണ്, ബട്ട് അതിന്റെ അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ അതെന്താണ് നമുക്ക് ചെക്ക് ചെയ്യാം. ലിസൺ, ബോർഡ് നോക്കാം. രണ്ട് കണക്റ്റഡ് ബോഡീസ് തന്നെയാണ്, പക്ഷെ അതിന്റെ അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസം. ഓക്കെ,
സോ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിന്റെ എൻഡിലാണ് ഒരു പുള്ളി സിസ്റ്റം ഉള്ളത്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ സർഫസിന്റെ എൻഡിലാണ് നമുക്ക് എന്തുള്ളത്, പുള്ളി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക്, അഗെയിൻ ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ആൻഡ് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഫിഗർ ആയിട്ട് വരയ്ക്കാം. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. സോ ഈ ബ്ലോക്ക് ഈ പുള്ളിയിൽ കണക്റ്റഡ് ആണ്. ആൻഡ് ആ കണക്റ്റഡ് സിസ്റ്റത്തിന്റെ കൂടെ തന്നെ എന്തുണ്ട്, താഴെ വേറൊരു ബ്ലോക്കും കൂടി ഉണ്ട്. ഇതാണ് നമ്മളുടെ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇത് നമ്മളുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസ് ആണ്. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു റോപ്പ് ഉണ്ട്. ഓക്കെ, റോപ്പിന്റെ ഒരു റോപ്പ് എങ്ങനെയാണ്, താഴോട്ട് അങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ആൻഡ് വേറൊരു റോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ സർഫസിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മാസ് നമുക്ക് m1 ആയിട്ട് എടുക്കാം, ഇതിന്റെ മാസ് നമുക്ക് m2 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതിന്റെ മാസ് m1, ഇതിന്റെ മാസ് m2. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ടെൻഷന്റെ ഡയറക്ഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. നോക്കാം, ലിസൺ. അപ്പം m1 എന്ന് പറഞ്ഞ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ്, അതായത് m1 ബ്ലോക്ക് ഓഫ് ഹാവിംഗ് മാസ് m1 എന്ന് പറയുന്നതിന്റെ വെയിറ്റ് എന്താണ്, താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ താഴോട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ കണക്റ്റഡ് ബോഡീസ് പുള്ളി സിസ്റ്റത്തിൽ നോക്കി അതേപോലെ തന്നെയാണ്. ദാറ്റ് വിൽ ബിക്കം m1g ആണല്ലോ. എന്താവും, m1g ആവും. അത് താഴോട്ടാണ്. എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, താഴോട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ മാസ്, ബ്ലോക്ക് ഓഫ് മാസ് m1 എന്ന് പറയുന്നതിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, താഴോട്ടാണ് ആക്ട് ചെയ്യുക. സോ ദിസ് വിൽ ബിക്കം m1g ആണല്ലോ. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് നമുക്ക് ഹൊറിസോണ്ടൽ സർഫസിലുണ്ട്. സോ ഹൊറിസോണ്ടൽ സർഫസിലുള്ള ബ്ലോക്ക് ഓഫ് മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും, നമുക്കറിയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ. അപ്പൊ ഇതെന്തായിരിക്കും, m2g. ഓക്കെ, അപ്പോ ഇതെന്തായിരിക്കും, m2g. ആൻഡ് ഓൾവേസ് വി നോ ദാറ്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് വൺ ഫോഴ്സ് ദാറ്റ് ആക്ട് ഓൾവേസ് ഡൗൺവേർഡ്സ്. താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എപ്പോഴും എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ m1g, ഇത് m2g. ഓക്കെ, സോ നൗ ലിസൺ. ഇതില് ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ടെൻഷന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ടെൻഷന്റെ ഡയറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അപ്വേർഡ് പുള്ളിങ് ഫോഴ്സിനെയാണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ m1 ആക്ട് ചെയ്യുന്ന അപ്വേർഡ് പുള്ളിങ് ഫോഴ്സ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ ആണല്ലോ. ഇനി ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡില് നമുക്ക് ഫോഴ്സ് ഒന്നുമില്ല അല്ലെ. ഈ ഒരു ഡയറക്ഷനിലേക്ക് ആരും എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. സോ അതുകൊണ്ട് ഫ്രിക്ഷൻ അങ്ങനത്തെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ്, ഈ ഒരു ഭാഗത്തുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ഇങ്ങോട്ടൊന്നും ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആയതുകൊണ്ട് ഫ്രിക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ അവിടെ വരുന്നില്ല. ഓക്കെ, റഫ് ആയിരുന്നെങ്കിൽ എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് ആ സൈഡിലേക്ക് ഉണ്ടെന്ന് പറയായിരുന്നു. ഇവിടെ വളരെ സ്മൂത്ത് സർഫസ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നില്ല. ഓക്കെ, നെഗ്ലിജിബിൾ ആയിട്ട് എടുക്കാം. അപ്പോ ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെയും ആസ് യൂഷ്വൽ എന്ത് തന്നെയാണ്, പുള്ളിങ് ഫോഴ്സ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ആണ് എന്ന് വിചാരിച്ചിട്ട് എന്താ, റോപ്പിൽ എക്സേർട്ട് ചെയ്യുന്ന ടെൻഷൻ ഉണ്ടാവാതിരിക്കോ, ഇല്ല. ഹൊറിസോണ്ടൽ ആണെങ്കിലും ഒരു ബ്ലോക്ക് റോപ്പിൽ ഇന്റേൺ കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ്, ടെൻഷൻ വരും. ദാറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ ആ ടെൻഷൻ എന്താണ്, ആ ബ്ലോക്ക് ഓഫ് മാസ് m2 ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ,
ആ ബ്ലോക്ക് ഓഫ് മാസ് M2-നെ എന്താണ് ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ടുവേർഡ്സ് ദ പുള്ളി ആയിരിക്കും എന്ത്, ആ ടെൻഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ അവിടെ ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ എന്താണ്, ആ പുള്ളിയിലേക്ക് ടുവേർഡ്സ് ദ പുള്ളി ആയിരിക്കും എന്ത്, ആ ഒരു പുള്ളിങ് ഫോഴ്സ് ആക്ട് ചെയ്യാം. അപ്പോൾ ടെൻഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിലേക്കായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാം ഇപ്പൊ നോക്കി, M1G M2G ഓരോ കണ്ടീഷനിലുള്ള ടെൻഷന്റെ ഡയറക്ഷൻ എല്ലാം നോക്കി. ഓക്കെ, ഇനി നോക്ക്, ലിസൺ. ഇപ്പോ ഫസ്റ്റ് കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സിസ്റ്റത്തില് എന്തായാലും നമുക്കറിയാം എന്ത്, M1G ആൻഡ് T നോക്കുമ്പോൾ ഏത് ഡയറക്ഷനിലേക്കായിരിക്കും ഈ ഒരു ഭാഗത്തുള്ള സിസ്റ്റത്തിന്റെ ടെൻഡൻസി ടു മൂവ് ഡൗൺവേർഡ് ആയിരിക്കും, ആണല്ലോ. അപ്പൊ ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ്സ്. ഇനി ഇത് താഴോട്ട് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഭാഗം എന്തായിരിക്കും, ഇവിടെയുള്ള ആക്സിലറേഷന്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും, അല്ലെ. ഈ ഒരു ഭാഗം താഴോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലുള്ള എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് എല്ലാം ഷിഫ്റ്റ് ചെയ്യും, അല്ലെ. അപ്പൊ ഇത് ആക്സിലറേഷൻ താഴോട്ടാണെങ്കിൽ ഈ ഭാഗത്തുള്ള ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സൈഡിലേക്ക് ആയിരിക്കും. കറക്റ്റ് ആണല്ലോ, ഡയറക്ഷനിലൊന്നും ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻസ് ഫോം ചെയ്ത് എന്ത് ചെയ്യാം, ആക്സിലറേഷന്റെയും ടെൻഷന്റെയും ഇക്വേഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, ലിസൺ. ഇപ്പൊ ഫസ്റ്റ് ഈ ഒരു പാർട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഓൾറെഡി പറഞ്ഞു, M1G എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ടെൻഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ് അപ്വേർഡ് ആണ്. ആക്സിലറേഷൻ താഴോട്ടായതുകൊണ്ട് M1G ആയിരിക്കും എന്ത്, താഴോട്ട് വരിക. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, M1G മൈനസ് T is equal to total force, അല്ലെ. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് കൂടുതൽ. അപ്പോ ആ ആക്സിലറേഷൻ താഴോട്ടായതുകൊണ്ട് തന്നെ M1G ആണ് കൂടുതൽ. ഏതാണോ കൂടുതൽ ഫോഴ്സ് ആ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആക്ട് ചെയ്യുന്ന ടെൻഷൻ ഒബ്വിയസ്ലി എന്താവും, നെഗറ്റീവ് ആവും. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യാം, M1G minus T is equal to M1A. ടോട്ടൽ ഫോഴ്സ് എന്താണ് ആ ഭാഗത്ത്, M1A ആണല്ലോ. ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോ നമ്മൾ എന്താണ് നോക്കേണ്ടത്, ലിസൺ. ഇപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഈ ടെൻഷൻ ആണെങ്കിലും M1G ആണെങ്കിലും രണ്ടും എന്താണ്, എലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ ആണ്, ആണല്ലോ. ഈ ഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് M2Gയും Tയും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. റീസൺ, ടെൻഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. M2G എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവട്ടെ താഴോട്ടും. ഇപ്പൊ രണ്ട് ഡിഫറെന്റ് ആക്സിസ് ആണ്, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യില്ല, ഫോഴ്സിനെ കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ആക്സിസ് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താ, M1G ആണെങ്കിലും താഴോട്ടാണ്, ടെൻഷൻ മേപ്പോട്ടാണ്, പക്ഷെ എന്താണ്, ഒരേ ആക്സിസ് ആണ്, അല്ലെ. ഇപ്പൊ Y എന്ന് പറയുന്ന വെർട്ടിക്കൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടിക്കൽ അലൈൻമെന്റിലാണ് അത്. പക്ഷെ M2Gയും ടെൻഷനും അങ്ങനെയാണോ, അല്ല, ഒന്ന് താഴോട്ടും ഒന്ന് ഹൊറിസോണ്ടലും ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ M2Gനെ ഇവിടെ എന്താണ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ആക്സിലറേഷൻ നോക്കുക. ഇപ്പൊ ഈ രണ്ട് കണ്ടീഷനിലും ഇപ്പൊ ഈ രണ്ടാമത്തെ M2 എന്ന് പറഞ്ഞ ബ്ലോക്കിന്റെ കണ്ടീഷനിൽ ആക്സിലറേഷൻ നോക്കിക്കേ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അതായത് എക്സ് ആക്സിസിന്റെ ആ എക്സ് അലൈൻമെന്റിലാണ്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. അതിൽ ആരാ ഉള്ളത്, ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ആണ് അതേ ഡയറക്ഷനിൽ കിടക്കുന്ന ആള്, M2G അല്ല. അതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു കൺസിഡർ എന്ത്, M2Gനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആക്സിലറേഷന്റെ അതേ ഇതിൽ തന്നെയാണ് എന്ത്,
അതേ വെർട്ടിക്കൽ ഇതിൽ തന്നെയാണ് M1Gയും ടെൻഷനും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടും അവിടെ കൺസിഡർ ചെയ്തത്. മുന്നത്തെ കണക്റ്റഡ് ബോഡീസിലായാലും മുന്നത്തെ എക്സാമ്പിളിലായാലും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ രണ്ടാമത്തെ കേസ് വരുമ്പോൾ എന്താണ്, ആക്സിലറേഷന്റെ അതേ ഡയറക്ഷനിലുള്ള ആൾ ആരാണ്, ടെൻഷൻ മാത്രമാണ്. M2G എന്താണ്, താഴോട്ടാണ്. അപ്പൊ നമ്മൾ M2G ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് M2G അല്ല, ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് ആരാ, ടെൻഷൻ ആണ്. അപ്പൊ ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് ഏത് ഫോഴ്സ് ആണോ അതിനെ ഞാൻ കൺസിഡർ ചെയ്താൽ മതി. M2G താഴോക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ആക്സിലറേഷൻ അത് ഫേവർ ചെയ്യുന്നില്ല, ടെൻഷൻ മാത്രമേ ഫേവർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ T മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ T മാത്രമേ ഉള്ളൂ. T വിൽ ബിക്കം ദി ടോട്ടൽ ഫോഴ്സ് അല്ലെ. T എന്താവും, ടോട്ടൽ ഫോഴ്സ് ആയിട്ട് മാറും അല്ലെ. T എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ആവും. M2G അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. M2G അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ്. ആ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് ടെൻഷൻ മാത്രമാണ്. കാരണം ടെൻഷൻ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ളത്, M2G അല്ല. M2G താഴോട്ട് എന്താണ്, വെർട്ടിക്കൽ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ M2G അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ഒരേ ഒരു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, അത് ടെൻഷൻ ആണ്. സോ T ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, T ഇസ് ഈക്വൽ ടു M2A. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം, ആൻഡ് ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കാം. ഓക്കെ, so M1G minus T is equal to M1A and T is equal to M2A. Okay, so ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, we need to add it. Okay, അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. M1G minus T is equal to M1A. T is equal to M2A. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ M1G minus T plus T is equal to M1A plus M2A. അപ്പോ മൈനസ് ടിയും പ്ലസ് ടിയും ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്, M1G is equal to A പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ M1 plus M2. M1 plus M2. അപ്പൊ ആക്സിലറേഷൻ എന്ത് കിട്ടും, M1G by M1 plus M2. ഇതാണ് ഇത്തരത്തില് ഒരു പുള്ളിയിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സർഫസിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പുള്ളിയിൽ ഒരു പുള്ളി ഹൊറിസോണ്ടൽ സർഫസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷന്റെ എക്സ്പ്രഷൻ. ക്ലിയർ? A is equal to M1G by M1 plus M2. ക്ലിയർ? അപ്പോ സോറി, അപ്പൊ ഇവിടെ ടെൻഷന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം സെക്കൻഡ് ഇക്വേഷൻ നോക്കിക്കേ, ടെൻഷൻ എന്ന് പറയുന്നത് M2A ആണ് അല്ലെ. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക എല്ലാവരും. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്, T is equal to M2A ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, is equal to M2. എന് വരെ എന്ത് കൊടുക്കുക, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വാല്യൂ ഉണ്ടല്ലോ, M1G by M1 plus M2 അല്ലെ. അപ്പൊ നമുക്ക് ടെൻഷൻ T is equal to M1 M2 G whole divided by M1 plus M2. അപ്പൊ ഇതാണ് എന്ത്, നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ടെൻഷന്റെ ഇക്വേഷൻ. ഓക്കെ, ടെൻഷൻ എന്ന് പറയുമ്പോൾ M2A ആയിരുന്നു. എയില് ആക്സിലറേഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ടെൻഷൻ എന്ത് കിട്ടി,
m1 plus m1 m2g by m1 plus m2. ഓക്കെ, അപ്പൊ ഇത് കണക്റ്റഡ് ബോഡീസിൽ നമ്മൾ നോക്കുന്ന രണ്ടാമത്തെ കേസാണ്. അപ്പൊ നിങ്ങൾ കണക്റ്റഡ് ബോഡീസിൽ മുന്നേ എഴുതിയ കേസിൽ അതിൽ കേസ് 1 എന്ന് കൊടുക്കുക. ഓക്കെ, കണക്റ്റഡ് ബോഡീസിൽ നിങ്ങൾ മുന്നേ കണക്റ്റഡ് ബോഡീസിന് ഹെഡിങ് എഴുതി കാണും. അപ്പോൾ ആ പുള്ളി സിസ്റ്റത്തിന് നിങ്ങൾ കേസ് 1 എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കുക. ഇനി ഇപ്പൊ നമ്മൾ എഴുതാൻ പോകുന്ന ഈ പുള്ളി സിസ്റ്റത്തിന് എന്ത് ചെയ്യുക, കേസ് 2 എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ട് ഈ ഡയഗ്രാം എല്ലാവരും വരയ്ക്കുക. ഓക്കെ, അവിടെ കേസ് 1 കൊടുക്കുക കണക്റ്റഡ് ബോഡീസിൽ. ഇതും കണക്റ്റഡ് ബോഡീസ് തന്നെയാണ്. കേസ് 2 എന്ന് പറഞ്ഞിട്ട് പിക്ചർ വരയ്ക്കുക എല്ലാവരും. ഓക്കെ, പ്രൊസീഡ്. ഡയഗ്രത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്യുക. ഓക്കെ, ഫോഴ്സ്, ആക്സിലറേഷന്റെ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ആക്സിലറേഷന്റെ ഡയറക്ഷനെ ഫേവർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിലറേഷൻ ഏത് ഡയറക്ഷനിലേക്കാണോ മൂവ് ചെയ്യുന്നത് ആ ആക്സിലറേഷന്റെ ബേസിസിലായിരിക്കണം ടെൻഷനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതാണോ ആക്സിലറേഷൻ ഫേവർ ചെയ്യുന്നത്, ടെൻഷൻ ആണെങ്കിലും മറ്റേ m1g ആണെങ്കിലും m2g ആണെങ്കിലും ഒക്കെ ആക്സിലറേഷന്റെ ഡയറക്ഷൻ നന്നായിട്ട് നോക്കുക. ഏതാണോ ആക്സിലറേഷന്റെ ഡയറക്ഷൻ അതിന് ഫേവർ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷനിൽ അതാണ് നമ്മൾ m2g എടുക്കാഞ്ഞതും. ഓക്കെ, കാരണം m2g എന്താണ്, താഴോട്ടാണ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷന്റെ ഡയറക്ഷനിൽ അതിപ്പോ ഇനിയിപ്പോ ഓപ്പോസിറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്താണ് താഴോട്ട്, അത് വെർട്ടിക്കൽ ആയി പോയി. ഓക്കെ, ഓപ്പോസിറ്റ് ആണെങ്കിലൊന്നും കുഴപ്പമില്ല, വെർട്ടിക്കൽ ആയി പോയി, ഹൊറിസോണ്ടൽ നിന്ന് മാറി അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തത്, m2gനെ കൺസിഡർ ചെയ്യാതെ ടോട്ടൽ ഫോഴ്സ് അവിടെ ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് ടി, ക്യാപിറ്റൽ ടി എന്ന് മാത്രം എഴുതിയത്. ഓക്കെ, ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഇപ്പൊ ഡയഗ്രാം വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ, താഴെ എഴുതുക. കൺസിഡർ two blocks of mass m1 and m2. Consider two blocks of masses m1 and m2 connected in a pulley system. Consider two masses m1 and m2 connected in a pulley system. Connected in a pulley system. Block of mass m2, block of mass m2 is lying on a frictionless horizontal surface. Block of mass m2 is lying on a frictionless horizontal surface. Okay, frictionless horizontal surface എന്ന് പ്രത്യേകം എഴുതാൻ കാരണം എന്താ, കാരണം അവിടെ ബാക്ക്വേർഡ്, നിങ്ങൾ ബാക്ക്വേർഡിലേക്കുള്ള ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അതിനാണ് പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ ഫ്രിക്ഷനും കൂടി കയറി വരും. ഓക്കെ, അപ്പൊ അത് കൺസിഡർ ചെയ്യാണ്ടിരിക്കാനാണ് ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്മൂത്ത് സർഫസ് എന്ന് പറയും. ഇപ്പൊ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ എന്താണ്, ഫ്രിക്ഷൻ വളരെ കുറവാണ്, നെഗ്ലിജിബിൾ ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഓൺ എ ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസ്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാ, ഞാൻ ഇക്വേഷൻ, അതായത് ആക്സിലറേഷന്റെ ഡയറക്ഷനും ഒക്കെ ഡയഗ്രത്തിൽ കാണിച്ചല്ലോ അല്ലെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് വേണം എഴുതാൻ, എഴുതി തുടങ്ങാം. ഓക്കെ, m1g minus t equal to total force, ഇക്വേഷൻ 1 2. ഓക്കെ, ആഡിങ് ഇക്വേഷൻ, ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്യാം. ആഡിങ് 1 plus 2. ഓക്കെ, ആഡിങ് 1 plus 2 എന്ന് പറഞ്ഞ ഒരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആക്സിലറേഷന്റെ ഇക്വേഷൻ കൊണ്ടെത്തിക്കുക, ബോക്സ് ചെയ്യുക. അതിനുശേഷം ടെൻഷൻ, ആക്സിലറേഷന്റെ m1g by m1 plus m2. ഓക്കെ,
അതേപോലെ ടെൻഷൻ ടി ഈക്വൽ ടു M2A ആണ്. ഓക്കെ, അതിന്റെ തൊട്ട് ബാക്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ആഡ് ചെയ്യാം. ഇതിനെ ഇക്വേഷൻ 3 ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 in 2 എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ഇത് ഫൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ ആക്സിലറേഷൻ ഇക്വേഷൻ 3 ആയിട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 3 in 2. അപ്പോൾ T ഈക്വൽ ടു M2A ആണ്. M2A ആക്സിലറേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടെൻഷന്റെ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, M1 M2G by M1 plus M2. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കി. ഇനി നമ്മൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലിസൺ. അപ്പൊ അടുത്തത് എന്ന് പറയുന്ന കണ്ടീഷൻ പുള്ളിയല്ല, ഒരു ലിഫ്റ്റിന്റെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ലിഫ്റ്റിന്റെ സിറ്റുവേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഒരു ലിഫ്റ്റിന്റെ സിറ്റുവേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ലിസൺ. അപ്പൊ മൂന്നായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഒന്ന്, ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ എടുക്കുന്നുണ്ട്. രണ്ട്, ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സലറേഷൻ. ഒരു ആക്സലറേഷനോട് കൂടി അത് താഴോട്ട് മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലിഫ്റ്റ്, ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസിൽ യൂസ് ആവും. ഓക്കെ, മൂവിങ് അപ്പ്, ഒരു ആക്സിലറേഷൻ എയോടുകൂടി മൂവിങ് അപ്പ്, ഒരു ലിഫ്റ്റ് മൂവിങ് അപ്പ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ലിഫ്റ്റിന്റെ ഇതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ഡയഗ്രാം വരയ്ക്കാം. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബീം പോലെ ഒന്ന്. ഓക്കെ, അതിൽ നമുക്കൊരു സ്ട്രിങ് പോലെ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമുക്ക് ഒരു ലിഫ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ലിഫ്റ്റിനകത്ത് ഞാൻ എന്താണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു ബോഡി, ഒരു ഒബ്ജക്റ്റ്, അത് ഹ്യൂമൻ ബീയിങ്ങോ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു ബോഡി, ആൻഡ് അതിന്റെ മാസ് എന്ന് പറയുന്നത് M ആണ്. ഓക്കെ, ഈ ലിഫ്റ്റിനകത്ത് എന്താണ്, ഒരു ബോഡി, ആ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എന്താണ്, M. അപ്പോ ഈ മാസ് ഓഫ് ദ ബോഡി, ഇതിന്റെ അപ്പാരന്റ് വെയിറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് അപ്പാരന്റ് വെയിറ്റ്? അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ അപ്പാരന്റ് വെയിറ്റ് ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി പഠിച്ച സംഭവം തന്നെയാണ്, അതിന് വേറൊരു പേര് എന്ന് മാത്രം. ഇപ്പോ മാസ് ഓഫ് ദ ഈ ഒബ്ജക്റ്റിന്റെ, ഈ ബോഡിക്ക് മാസ് ഓഫ് ദി M എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താ, ആക്ട് ചെയ്യുന്നത് എപ്പോഴും നമുക്കറിയാലോ താഴോട്ടാണ്, mg. ഓക്കെ, മാസ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വെയിറ്റ്, ഒബ്ജക്റ്റിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും താഴോട്ട് തന്നെയാണ്. അപ്പൊ അതെന്താണ്, m1g. അപ്പോ ഇത് ഒരു ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അപ്പൊ വല്ല റോക്കറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞ് മേലേക്ക് എടുക്കായിരുന്നു. പക്ഷെ ഇതൊരു ഹൊറിസോണ്ടൽ സർഫസ് ആയതുകൊണ്ട് തന്നെ ഈ ഹൊറിസോണ്ടൽ സർഫസ് ഒബ്ജക്റ്റിന് മേൽ കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. ഈ കോണ്ടാക്ട് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, മേപ്പോട്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Nലും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്, കുഴപ്പമില്ല, രണ്ടും ഒരേ നൊട്ടേഷൻ തന്നെയാണ്. ഓക്കെ, ക്യാപിറ്റൽ R കൊടുത്താലും N കൊടുത്താലും എന്താണ്, സെയിം. ഓക്കെ, അപ്പോ ഈ ലിഫ്റ്റിന്റെ ഫ്ലോർ, ഈ ഫ്ലോർ എന്ന് പറയുന്നതാണ് ഈ ഹൊറിസോണ്ടൽ സർഫസ്. ലിഫ്റ്റിന്റെ ഫ്ലോർ ഒബ്ജക്റ്റിന് മേൽ കൊടുക്കുന്ന കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് മേപ്പോട്ടാണ് ആക്ട് ചെയ്യുന്നത്.
അതാണ് നമ്മളുടെ നോർമൽ റിയാക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്ന ക്യാപിറ്റൽ ആർ. ആൻഡ് ഒബ്ജക്റ്റിന്റെ മാസ് എം ആണ്. അപ്പൊ അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? എം ജി. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് നത്തിങ് ബട്ട് ഈ റിയാക്ഷൻ ഫോഴ്സ് തന്നെയാണ്. ഈ റിയാക്ഷൻ ഫോഴ്സ് ആക്ച്വലി എന്തിന് ഈക്വൽ ആയിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. കാരണം മേപ്പോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സും താഴോട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. പക്ഷെ രണ്ടിന്റെയും എന്താണ്? രണ്ടിന്റെയും ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഒന്ന് 10 ന്യൂട്ടൺ ആണെങ്കിൽ ഒന്ന് -10 ന്യൂട്ടൺ, ഒന്ന് 20 ന്യൂട്ടൺ ആണെങ്കിൽ ഒന്ന് -20 ന്യൂട്ടൺ. അങ്ങനെ ആ ഒരു ഡയറക്ഷൻ ഡിഫറൻസ് കൊണ്ട് വരാവുന്ന സൈനിലുള്ള ഡിഫറൻസ് വരും എന്നല്ലാണ്ട് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആണല്ലോ. അപ്പോ അപ്പാരന്റ് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റിയാക്ഷൻ ഫോഴ്സ് തന്നെയാണ്. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതായത് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പോ ആദ്യത്തെ കണ്ടീഷൻ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞേ? ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്. ഇപ്പൊ റെസ്റ്റിലാണ് ലിഫ്റ്റ് ഇരിക്കുന്നതെങ്കിൽ, അപ്പൊ റെസ്റ്റിൽ ലിഫ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഉണ്ട്. ഒബ്ജക്റ്റിന്റെ മാസ് എന്താണ്? എം ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഒരു അപ്വേർഡ് ഫോഴ്സോ ഒരു ഡൗൺവേർഡ് ഫോഴ്സോ അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. അപ്പോ ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു, മേപ്പോട്ട് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് താഴോട്ട് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആണല്ലോ. ആർ ഇസ് ഈക്വൽ ടു എം ജി. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഞാൻ ആ ബുക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞു നിങ്ങളടുത്ത് അല്ലെ? ആ ടേബിളിൽ ബുക്ക് റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബുക്കിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? താഴോട്ടാണ്. അതിനെ ബാലൻസ് ചെയ്യുന്ന ആരാ? മേപ്പോട്ട് ആക്ട് ചെയ്യുന്ന കോണ്ടാക്ട് ഫോഴ്സ്, റിയാക്ഷൻ ഫോഴ്സ്. അപ്പൊ ആ സിറ്റുവേഷനിൽ ബുക്ക് എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു അല്ലെ? ഇതേപോലെ തന്നെയാണ് ഇവിടെ. ലിഫ്റ്റ് എന്താണ്? റെസ്റ്റിലാണ്. റെസ്റ്റിലിരിക്കുന്ന സമയം എന്താണ്? റിയാക്ഷൻ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോണ്ടാക്ട് ഫോഴ്സ്. ഹൊറിസോണ്ടൽ സർഫസ് ഒബ്ജക്റ്റിന് മേൽ കൊടുക്കുന്ന ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോണ്ടാക്ട് ഫോഴ്സ്. ക്ലിയർ? നോക്കുക. ഇനി രണ്ടാമത്തെ, ഇതിപ്പോ ആദ്യത്തെ കണ്ടീഷൻ, അതിൽ നമ്മൾ റിയാക്ഷൻ ഫോഴ്സ് കിട്ടി, നമ്മൾ അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ. ഓക്കെ. ഒരു ആക്സിലറേഷനോട് കൂടി എന്താണ്? ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്താണ്? ആക്സിലറേഷന്റെ ഡയറക്ഷൻ നോക്കിക്കോ, താഴോട്ടാണ്. ആക്സിലറേഷന്റെ ഡയറക്ഷൻ താഴോട്ടാണ്. ഓക്കെ. അപ്പോ ആക്സിലറേഷന്റെ ഡയറക്ഷൻ താഴോട്ടാവുന്നപ്പോ ഈ സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റുമോ റിയാക്ഷൻ ഫോഴ്സും എം ജിയും ഈക്വൽ ആണെന്ന്? പറ്റില്ല. റീസൺ എന്തായിരിക്കും? ആക്സിലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറയുന്നത് എന്താ? താഴോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും എന്ത്? കൂടുതൽ റിയാക്ഷൻ ഫോഴ്സിനെ കാട്ടും. ഇത് തന്നെയല്ലേ നമ്മൾ കണക്റ്റഡ് സിസ്റ്റത്തിലും പഠിച്ചേ അല്ലെ? ഏതാണോ ആക്സിലറേഷൻ പോകുന്ന ഡയറക്ഷൻ, അത് തന്നെ ആയിരിക്കും എന്ത്? അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പൊ ആദ്യത്തെ കണ്ടീഷനിൽ ലിഫ്റ്റ് റെസ്റ്റിലായതുകൊണ്ട് ഒരു ആക്സിലറേഷനും ഇല്ല, അവിടെ മൂവ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ ആർ എം ജി എന്ത് തന്നെയാണ്? ഈക്വൽ ആണ്. പക്ഷെ റെസ്റ്റ് നിന്ന് മാറുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് താഴോട്ട്, ലിഫ്റ്റ് താഴോട്ട് മൂവ് ചെയ്യുന്നു, ആക്സിലറേഷൻ. അപ്പോ ആക്സിലറേഷനെ ഫേവർ ചെയ്യുന്നത് ആരാ? ഒബ്ജക്റ്റിന്റെ വെയിറ്റ്, ഒബ്ജക്റ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ? അതെന്താണ്? എം ജി ആണ്. അപ്പോ എം ജി ആയിരിക്കോ കൂടുതൽ, ആർ ആയിരിക്കോ കൂടുതൽ? എം ജി ആയിരിക്കും കൂടുതൽ. കാരണം അതിനെ ഫേവർ ചെയ്തിട്ടാണ് താഴോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എം ജി. മിരിയ ഒന്ന് ട്രൈ ചെയ്യുന്നോ? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇക്വേഷൻ
ദിവ്യ കേൾക്കുന്നുണ്ടോ? സോറി സർ, വോയിസ് ബ്രേക്ക് ആയിരുന്നു. എന്താ ചോദിച്ചത് ആക്ച്വലി? നമ്മൾ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആക്സിലറേഷൻ താഴോട്ടാവുന്ന സമയത്ത് ആരായിരിക്കും കൂടുതൽ? എം ജി ആണോ കൂടുതൽ, റിയാക്ഷൻ ഫോഴ്സ് ആണോ കൂടുതൽ? mg because downward direction. ഡൗൺവേർഡ് ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? mg minus r equals to m into a. വെരി ഗുഡ് അല്ലേ? എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്. എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ്. അപ്പൊ എന്താണ് എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം എ അല്ലെ? ടോട്ടൽ ഫോഴ്സ് എന്താണ്? അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കറിയാലോ, എഫ് ഇസ് ഈക്വൽ ടു എം എ അല്ലെ? അപ്പോ എം ജി മൈനസ് ആർ ഇസ് ഈക്വൽ ടു എം എ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേക്കാം. എം ജി മൈനസ് എം എ, എം എനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു, മൈനസ് ആറിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ പ്ലസ് ആർ ആയി. ഓക്കെ, അപ്പൊ നമ്മൾ എം ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ജി മൈനസ് എ ഈക്വൽ ടു ആർ. ജി മൈനസ് എം, ജി മൈനസ് എ ഈക്വൽ ടു ആർ എന്നായി അല്ലെ? അപ്പോ ആർ എന്താണ്? റിയാക്ഷൻ ഫോഴ്സ് ആണ്, അപ്പാരന്റ് വെയിറ്റ് ഓഫ് ദി ഒബ്ജെക്ട്, അപ്പാരന്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ ലിഫ്റ്റ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ. ഇതേ കണ്ടീഷൻ നമ്മൾ മൂന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ട് എടുക്കുന്ന എന്താണ്? ലിഫ്റ്റ് മൂവിംഗ് up with acceleration a. ഒരു ആക്സിലറേഷൻ എയോടുകൂടി എന്താണ്? ലിഫ്റ്റ് അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, അപ്വേർഡ്സിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ആക്സിലറേഷൻ എയോടുകൂടി അപ്വേർഡിലേക്ക് മൂവ് ചെയ്യാം. അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പോ ആരായിരിക്കും കൂടുതൽ? സൈറ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അപ്വേർഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം? So r minus mg equals to m into a. r minus mg is equal to m into a. Very good അല്ലേ? സോ ലിഫ്റ്റ് അപ്വേർഡിലേക്ക് മൂവ് ചെയ്യാണ്. അപ്വേർഡിലേക്ക് ഒരു ആക്സിലറേഷനുമായിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും കൂടുതൽ? റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കും കൂടുതൽ അല്ലെ? അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് കൂടുതലാവുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ആർ മൈനസ്, അപ്പൊ എം ജിയും ആറും കൂടിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ആരായിരിക്കും കൂടുതൽ? ആറാണ്. റിയാക്ഷൻ ഫോഴ്സ് ആണ് കൂടുതൽ. കാരണം എന്താ? അപ്വേർഡിലേക്കാണ് മൂവ് ചെയ്യുന്നത്, ആക്സിലറേഷൻ അവിടെയാണ്, അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് ആണ് കൂടുതൽ. അപ്പോ ആർ മൈനസ് എം ജി is equal to total force. അപ്പോ R minus mg is equal to ma ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. R is equal to ma plus mg. R is equal to m നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? a plus g. ഇതാണ് എന്ത്? അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ലിഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? റിയാക്ഷൻ ഫോഴ്സ് ആയിരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടും കൂടുതൽ. അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെക്കാട്ടും കൂടുതലാവുന്ന സമയത്ത് എന്താണ്? ഏത് ഫോഴ്സ് ആണോ കൂടുതൽ ആ ഫോഴ്സിന്റെ ഡയറക്ഷനിലേക്ക് പോകുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. അപ്പോ റിയാക്ഷൻ ഫോഴ്സ് ആണ് കൂടുതൽ. R minus mg equal to total force. അപ്പൊ R equal to m into a plus g. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലിഫ്റ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും? ലിഫ്റ്റ് ഇറ്റ് ഈസ് മൂവിങ് ഡൗൺ, ഒരു ആക്സിലറേഷനോട് കൂടി അത് താഴോട്ട് വരുന്ന സമയത്ത് എന്തായിരിക്കും? അതുപോലെ തന്നെ ഒരു ആക്സിലറേഷനോട് കൂടി അത് മൂവിങ് അപ്പ് വരുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ? ഓക്കെ,
ഇനി ഇതല്ലാണ്ട് ഫോർത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട്, അതും കൂടി ഡിസ്കസ് ചെയ്യാം. അത് എന്താണ്? ലിഫ്റ്റിന്റെ നമ്മൾ ഈ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ, ഈ സ്ട്രിങ് പെട്ടെന്ന് അങ്ങ് കട്ടായിപ്പോയി. ഓക്കെ, പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഓക്കെ, അതായത് the chain of the lift suddenly break. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഈ സ്ട്രിങ്ങിന്റെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഈ ചെയിൻ പെട്ടെന്ന് പൊട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെട്ടെന്ന് ആ ചെയിൻ അങ്ങ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് എന്ത് ചെയ്യും? ഒരൊറ്റടിക്ക് താഴോട്ട് വീഴും, അല്ലെ? ഈ ഒരു കണ്ടീഷൻ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് താഴോട്ട് വീഴുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ കണ്ടീഷനാണ് കഴിഞ്ഞ യൂണിറ്റിൽ. എന്താണ്? ദിസ് ഇസ് കോൾഡ് ആസ് ഫ്രീ ഫോൾ, അല്ലെ? അപ്പോ ലിഫ്റ്റിന്റെ ചെയിന് പെട്ടെന്ന് പൊട്ടിപ്പോയി. അപ്പൊ എന്താ? ലിഫ്റ്റ് പെട്ടെന്ന് താഴോട്ട് വരും. അപ്പൊ താഴോട്ട് ലിഫ്റ്റ് വരുന്ന സമയത്ത് that lift is only coming down with the influence of gravity, അല്ലെ? ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് എന്ത് ആ ഒരു സമയത്ത് ലിഫ്റ്റ് താഴോട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് താഴോട്ട് വീഴും. സ്പോണ്ടേനിയസ് ആയിട്ട് താഴോട്ട് വീഴുന്ന സമയത്ത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് എന്ത് ലിഫ്റ്റ് താഴോട്ട് വീഴുന്നത്, ആണല്ലോ. അപ്പൊ അതിന് നമ്മൾ എന്ത് പറയും? ഫ്രീ ഫോൾ. കാരണം ഏതൊരു ഒബ്ജക്റ്റും ഓൺലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി ആണ് താഴോട്ട് വീഴുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ഫോൾ. അപ്പോ ഫ്രീ ഫോളിന്റെ സമയത്ത് നമുക്ക് ഓൾറെഡി അറിയാലോ, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായി മാറും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അല്ലെ? ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീ ഫോളിന്റെ സമയത്ത് എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അല്ലെ? അപ്പോ രണ്ടാമത്തെ ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സിലറേഷൻ, നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. ഫ്രീ ഫോളിന്റെ സമയത്ത് എന്ത് തന്നെയാണ്? ലിഫ്റ്റ് മൂവിങ് ഡൗൺ തന്നെയാണ്, അല്ലെ? അപ്പോ mg-a = r ആണ്. അപ്പൊ എന്തായി മാറും അത്? mg-a പകരം ഞാൻ g തന്നെ കൊടുക്കും, ഈക്വൽ ടു r. എന്തുകൊണ്ടാണ് ഞാൻ ആക്സിലറേഷന് പകരം ഞാൻ g കൊടുത്തത് ഈ ഒരു ഭാഗത്ത്? കാരണം ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോളിന്റെ സമയത്ത് എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. കാരണം ഏതൊരു ഒബ്ജക്റ്റും ഫ്രീ ഫോളിലാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ഫ്രീ ഫോളിന് വീഴുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൺലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. അവിടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ, ലീനിയർ ആക്സിലറേഷൻ അവിടെ ഇല്ല. അപ്പോൾ എ എന്തായി മാറും? ജി ആയിട്ട് മാറും. അതുകൊണ്ട് എനെ ഞാൻ ജി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്താവും? റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി 0 ആണ്. ജി മൈനസ് ജി എന്താണ്? 0. 0 × m 0, r 0. That's it. അപ്പൊ ഇതാണ് നമ്മളുടെ നാലാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള എന്ത്? ഫ്രീ ഫോൾ. ചെയിൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്താലുള്ള സിറ്റുവേഷൻ. ഓക്കെ, അങ്ങനെ 4 സിറ്റുവേഷൻ ആണ് നമുക്ക് ഇതിലുള്ളത്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ആറ് റിയാക്ഷൻ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന നോർമൽ ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മളുടെ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, ഹൊറിസോണ്ടൽ സർഫസ് ആവുമ്പോൾ നമ്മൾ കെവിൻ ആ സെഷനിൽ ഉണ്ടായിരുന്നു, ബുക്ക് ടേബിളിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് മാസ് ഡിഫറൻസ് ചെയ്യാൻ പറഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു സർ. കഴിഞ്ഞ ക്ലാസ് അല്ല, കഴിഞ്ഞ ആഴ്ച. ഓക്കെ, റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. നമ്മൾ ഏതൊരു ഒബ്ജക്റ്റും ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ വെക്കുന്ന സമയത്ത് ആ സർഫസ് ഒബ്ജക്റ്റിന്റെ മേലെ ഒരു ഫോഴ്സ് മേപ്പോട്ട് ആക്ട് ചെയ്യുന്നു. ആ ഫോഴ്സിനെയാണ് നമ്മൾ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. താഴോട്ട് ആക്ട് ചെയ്യുന്ന എപ്പോഴും എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ? ഓക്കെ സർ, യാ, സർ കേൾക്കാമോ? കേൾക്കാം.
സർ അതിനിടയ്ക്ക് നെറ്റ് കട്ടായി പോയി സർ. സോ സർ ഒന്നുകൂടി ആ ഫോർത്ത് ആ സ്റ്റെപ്പ് ചെയർ സർ ഫോർത്ത് ചെയിൻ ഓഫ് ലിഫ്റ്റ് ഒന്നും കൂടി പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. ഓക്കെ, നിരഞ്ജന സി ലിസൺ. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ചെയിൻ പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻ ആണ്. ചെയിൻ പെട്ടെന്ന് ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ സംഭവിക്കുക? ലിഫ്റ്റ് എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് താഴോട്ട് വീഴും അല്ലെ? ഏതൊരു ഒബ്ജക്റ്റും പെട്ടെന്ന് അങ്ങനെ സ്പോണ്ടേനിയസ് ആയി താഴോട്ട് വീഴുന്ന സമയത്ത് നമ്മൾ എന്താണ് ഫ്രീ ഫോൾ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫ്രീ ഫോളിന്റെ സമയത്ത് എന്താണ്? ഏതൊരു ഒബ്ജക്റ്റും ഫ്രീ ഫോൾ ആവുന്ന സമയത്ത് that object is moving down only under the influence of gravity. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോൾ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്ത്, അവിടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പോ ആ ചെയിൻ പെട്ടെന്ന് ബ്രേക്ക് ആയി പോയാൽ ലിഫ്റ്റ് ഒന്നാകെ താഴേക്ക് വീഴും. അപ്പൊ എന്താണ്? അത് ഫ്രീ ഫോൾ ആണ്. അപ്പൊ അവിടെ എന്താണ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമാണ്. ഓക്കെ, ഇനി ആ രണ്ടാമത്തെ സിറ്റുവേഷൻ നോക്കുക. നമുക്ക് രണ്ടാമത്തെ എന്തായിരുന്നു? ലിഫ്റ്റ് മൂവിങ് വിത്ത് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ നമ്മൾ എന്താ ഡിറൈവ് ചെയ്തത്? എം ജി മൈനസ് എ ഈക്വൽ ടു ആർ എന്നാണ് ഡിറൈവ് ചെയ്തത് അല്ലെ? അപ്പോൾ ആ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഫ്രീ ഫോളിന്റെ സമയത്തും എന്ത് തന്നെയാണ്? ഒബ്ജക്റ്റ് താഴോട്ടാണ് പോകുന്നത് അല്ലെ? സെക്കൻഡ് കണ്ടീഷനിലും ഒബ്ജക്റ്റ് താഴോട്ടാണ്. അതുകൊണ്ടാണ് എം ജി മൈനസ് എ ഈക്വൽ ടു ആർ ആയിട്ടുള്ള സെക്കൻഡ് ലാസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്ത് സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ എക്ക് പകരം ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താ വരിക? എം ജി മൈനസ് ജി. എക്ക് പകരം ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാരണം എന്താ? ഇവിടെ ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോളിന്റെ കണ്ടീഷനിൽ ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എന്താണ്? ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ എ ജി ആയിട്ട് മാറും. അങ്ങനെ ജി മൈനസ് ജി ഈക്വൽ ടു ആർ ആവും. അപ്പൊ ജി മൈനസ് ജി എന്താണ്? 0 ആണ്. 0 ഇൻറ്റു എം 0. അപ്പൊ റിയാക്ഷൻ ഫോഴ്സ് എന്തായി? 0 ആയി. സോ അതാണ് ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഫ്രീ ഫോൾ. ക്ലിയർ? യെസ് സർ. ഡൗട്ട്സ് ഉണ്ടോ അതിൽ ഇനി എന്തെങ്കിലും? നോ സർ, ക്ലിയർ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഓക്കെ, സോ നിങ്ങൾ എഴുതാം കേസ് 3. ഓക്കെ, നമ്മൾ ഇത് കണക്റ്റഡ് ബോഡീസ് അല്ല, പക്ഷെ എന്നാലും ഒരു കേസ് 3 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ആ കണക്റ്റഡ് ബോഡീസിൽ എഴുതിയ കേസ് 1ഉം കേസ് 2 ഒക്കെ എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലംസിൽ ന്യൂമറിക്കൽസിലാണ് അപ്ലൈ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ കേസ് 1 എഴുതി, കേസ് 2 എഴുതി, ലിഫ്റ്റിന്റെ കേസ് നിങ്ങൾ കേസ് 3 ആയിട്ട് എഴുതിയിട്ട് ആ ലിഫ്റ്റിന്റെ ഡയഗ്രാം വരയ്ക്കുക. ആ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ 3 ഡയഗ്രാം ആയിട്ട് വരയ്ക്കേണ്ടി വരും. കാരണം നമ്മൾ 3 കണ്ടീഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ലിഫ്റ്റ് റെസ്റ്റിലാവുമ്പോൾ, ഒന്ന് മൂവിങ് വിത്ത് ഡൗൺ വിത്ത് എ ആവുമ്പോൾ, അപ്പൊ ആക്സിലറേഷൻ താഴോട്ടാണ്, പിന്നെ അപ്പ് ആക്സിലറേഷൻ മേലോട്ട്. ഓക്കെ, അപ്പോ കേസ് 3 എന്ന് എഴുതിയിട്ട് ആ ഫസ്റ്റ് ഡയഗ്രാം വരയ്ക്കുക. അതിൽ ആക്സിലറേഷന്റെ ഇത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താ? ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ആണ്. റെസ്റ്റിലുള്ള സമയത്ത് ഒരു ആക്സിലറേഷനും ഇല്ല. അപ്പൊ ലിഫ്റ്റും ആക്സിലറേഷൻ ഒഴിച്ച് ബാക്കിയൊക്കെ എന്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടോ അതൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, കേസ് 3 എന്ന് എഴുതിയിട്ട് ലിഫ്റ്റ് അറ്റ് റെസ്റ്റ്, കേസ് 3 ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് എഴുതിയിട്ട് ആ പിക്ചർ വരയ്ക്കുക. ആക്സിലറേഷന്റെ ഡയറക്ഷൻ വേണ്ട. ഓക്കെ, കംപ്ലീറ്റ് വരച്ചല്ലോ അല്ലെ? ആക്സിലറേഷൻ ഇത് മാത്രം കൊടുക്കണ്ട, ബാക്കിയൊക്കെ വരയ്ക്കുക. ലിഫ്റ്റ് അറ്റ് റെസ്റ്റ് ആണ് കേസ് 3. ഓക്കെ, റൈറ്റ് ബിലോ when the lift is at rest, when the lift is at rest, the contact force bracket le reaction force nalda, the contact force bracket le reaction force nalda, bracket close cheya. That is R becomes equal to the capital R. Okay, that is capital R becomes equal to the weight of the object. Becomes equal to the weight of the object. ആ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg എന്ന് കൊടുക്കാം.
വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg എന്ന് പറഞ്ഞു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. താഴെ therefore apparent weight of the object r is equal to mg. Therefore apparent weight of the object r is equal to mg. Okay, ആ r equal to mg ഒന്ന് ബോക്സ് ചെയ്യാം. ഓക്കെ, ഒരു ബോക്സിൽ റെപ്രസെന്റ് ചെയ്യാം r equal to mg. ഇനി നിങ്ങൾ കേസ് എന്താണ് 3 ആണ്, അപ്പം കേസ് 4 ആയിട്ട് എഴുതുക. അതേ ലിഫ്റ്റ് വരയ്ക്കുക. എന്ത് ചെയ്യുക, ആക്സലറേഷൻ, ആ റെഡ് കളറിലുള്ള ആക്സലറേഷൻ താഴോട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രം മാർക്ക് ചെയ്യാം. ലിഫ്റ്റ് വരച്ചിട്ട് കേസ് 4 എന്ന് എഴുതിയിട്ട് ലിഫ്റ്റ് മൂവിങ് ഡൗൺ വിത്ത് ആക്സലറേഷൻ എ എന്ന് പറഞ്ഞിട്ട് ലിഫ്റ്റ് വരച്ചിട്ട് എന്ത് ചെയ്യാം, താഴേക്കുള്ള ആക്സലറേഷൻ ആ റെഡ് കളറിലുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പൊ താഴെ എഴുതുക. When the lift is moving down with an acceleration a, when the lift is moving down with an acceleration a, when the lift is moving down with an acceleration a, ഒരു കോമ കൊടുത്തിട്ട് താഴെ നിങ്ങൾ ആ ഗ്രീൻ കളറിൽ എഴുതിയ സ്റ്റെപ്സ് എഴുതുക. mg minus r is equal to total force, mg minus a equal to r. ആ ഗ്രീൻ കളറിൽ എഴുതിയത് mg minus a equal to r വരെ എഴുതുക. കഴിഞ്ഞല്ലോ അല്ലെ. ഇനി അപ്പൊ കേസ് 5 ആണ്. നമുക്ക് ലിഫ്റ്റ് മൂവിങ് അപ്പ് വിത്ത് ആൻ ആക്സലറേഷൻ a എന്ന് പറഞ്ഞിട്ട് കേസ് 5 കൊടുത്തിട്ട് ലിഫ്റ്റ് വരയ്ക്കുക അഗൈൻ. എന്നിട്ട് ആ ഗ്രീൻ കളറിലുള്ള ആക്സലറേഷന്റെ സിമ്പിൾ കണ്ടല്ലോ മേപ്പോട്ട്, അത് വരയ്ക്കുക. അത് വരച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ എഴുതുക. when the lift is moving up with an acceleration a, when the lift is moving up with an acceleration a എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ വയലറ്റിൽ എഴുതിയ ആ കണ്ടീഷൻസ് r is equal to m into a plus g വരെ എഴുതാം. ഓക്കെ, ലിഫ്റ്റ് മൂവിങ് വിത്ത് a വരെ, ഫ്രീ ഫോളിന്റെ അല്ല, ഫ്രീ ഫോളിന്റെ തൊട്ട് മുന്നുള്ള. ഓക്കെ, r is equal to m into a plus g ആ കണ്ടീഷൻ എഴുതുക. അപ്പൊ r equal to m into a plus g അത് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കേസ് 6 അല്ലെ. കേസ് 6 ആയിട്ട് ഹെഡിങ് കൊടുക്കുക. chain of the lift suddenly breaks. chain of the lift suddenly breaks എന്ന് പറഞ്ഞിട്ട് കേസ് 6 ആയി കൊടുത്തിട്ട് ആ ലിഫ്റ്റ് നിങ്ങൾ വരച്ചിട്ട് ആ ചെയിൻ, ആ ചെയിന്റെ അവിടെ ഞാനൊരു ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ആക്സിലറേഷൻ ഒന്നും വേണ്ട. ഓക്കെ, ആക്സിലറേഷൻ ഒന്നും വേണ്ട. ഓക്കെ, ആക്സിലറേഷൻ നിങ്ങൾ ഇത് കൊടുത്തോളൂ. ഓക്കെ, ഗ്രീൻ അല്ല, താഴോട്ടല്ല, a equal to g ആണ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. കേസ് 6 എഴുതിയിട്ട് ചെയിൻ ഓഫ് ദ ലിഫ്റ്റ് സഡൻലി ബ്രേക്സ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഇതാ ഞാൻ ഇപ്പൊ ഈ റെപ്രസെന്റ് ചെയ്തെന്ന് വരയ്ക്കാം. ഓക്കെ, ഈ ചെയിനിന്റെ അവിടെ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ a equal to g എന്ന് കൊടുക്കുക. ഓക്കെ, അതിന്റെ താഴെ എഴുതുക. when the chain of the lift suddenly breaks, when the chain of the lift suddenly breaks, it will be in the condition of free fall. When the chain of the lift suddenly breaks, it will be in the condition of free fall. During free fall, the lift falls only under the influence of gravity.
during free fall the lift is only under the influence of gravity. താഴെ a equal to g എന്ന് കൊടുക്കുക. During free fall the lift is only under the influence of gravity. a equal to എന്ത് കൊടുക്കുക? g എന്ന് കൊടുക്കുക. അതിന്റെ താഴെ ബോർഡിലുണ്ട് mg minus g equal to r ആണ്. r equal to 0 എന്ന് കൊടുക്കുക. r is equal to 0. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മളിപ്പോ ഈ ഡിസ്കസ് ചെയ്ത കണ്ടീഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഓക്കെ, ഓരോ നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിന്റെ യൂസ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മളിപ്പോ ചെയ്തതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന എവിടെയാണ്? ന്യൂമറിക്കൽസിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കണ്ടീഷൻസ് നന്നായിട്ട് നോട്ട് ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. ഓക്കെ, എങ്ങനെയാണ് വന്നത്? ഓക്കെ, ഡീറ്റെയിൽ ആയി സ്റ്റെപ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഡൗട്ട് ഉള്ളത് ചോദിക്കുക, നന്നായി നോട്ട്സ് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് വീക്ക് അല്ലെ, നെക്സ്റ്റ് ഫ്രൈഡേ ഇനി മീറ്റ് ചെയ്യാം. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. ഓക്കെ, അപ്പൊ പിന്നെ മിസ്സായ റെക്കോർഡിങ്സ് ഒക്കെ ഇതില് മാഡം അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ മിസ് ഔട്ട് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കി പഠിക്കുക. ഓക്കെ, ശരി, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.